അവിടെ ഉണ്ടോ? പറഞ്ഞാണ്ട് ചേട്ടത്തെ പിടിക്കിട്ടില്ല. ഹലോ, അപ്പം നമുക്കിന്ന് ചക്ക ഹലുവ ഉണ്ടാക്കിയാലോ? അതും ചെറിയ രീതിയിലല്ല, ഇച്ചിരി വലിയ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. എനിക്കുണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ, പിന്നെ അമ്മയും ചേട്ടന്മാരും ഒക്കെ ഇട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാവരും ഉണ്ട്. നമ്മുടെ ഉണ്ട ശർക്കരയില്ലേ, അത് ഉരുക്കിയത് വരിക്കച്ചക്കയും കൂടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചിട്ട് നമ്മളത് വലിയ ഉരുളിയിലിട്ടിരിക്കുവാണ് കേട്ടോ. അത് കുറച്ച് അരച്ചതും ശർക്കര ഇട്ട് അരച്ചതും മറ്റേത് ശർക്കര ഇട്ട് അരയ്ക്കാത്തത്, അത് ആ കളർ വ്യത്യാസം കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങാപ്പാലിൽ മൈദയൊക്കെ ഇട്ട് ഇളക്കി മിക്സ് ചെയ്തതൊക്കെ ഇടയ്ക്ക് ഒഴിക്കും. നല്ല മെനക്കെട്ട പണിയാട്ടോ, ഒത്തിരി സമയം നമ്മൾ ഇതിട്ട് ഇളക്കണം. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ മധുരക്കിഴങ്ങൊക്കെ ഇട്ട് ചുടാനൊക്കെ ഒരു പ്ലാനൊക്കെ ഇട്ടു. കട്ടൻ കാപ്പിയല്ല, സോറി, കട്ടൻ ചായയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇളക്കുന്നതിൻ്റെ ഇടയിൽ കേട്ടോ. എല്ലാവരും കൂടി ഇരുന്ന് ഇളക്കിയും പഴയ കഥകളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴൊക്കെ സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ ചുട്ട മധുരക്കിഴങ്ങ് പച്ചമുളകൊക്കെ ഇട്ട് തിന്നും. ഞാൻ ആദ്യമായിട്ടാണ് ഈ പച്ചമുളകൊക്കെ നടുക്ക് കൊണ്ടിട്ട് തിന്നുന്നത് കാണുന്നത് കേട്ടോ. പിന്നെ പുതിന ഇട്ട ചായയും കുടിക്കണം, നല്ല ഒരു കോമ്പിനേഷനാണ്. ഇത് ഇളക്കി ഇളക്കി ഒരു അലുവയാക്കി തീർക്കണമെങ്കിൽ ഒരു സമയം എടുക്കും കേട്ടോ. അതാ കടയിലൊക്കെ നമ്മൾ ഈ സാധനം കാണുമ്പോൾ ഭയങ്കര വില. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതിൻ്റെ അകത്ത് നെയ്യ് ഇടും കേട്ടോ. അത് നമ്മുടെ ഉരുളിയിൽ അതിൽ നിന്നുള്ള അലുവയൊക്കെ ഇളകി വരാൻ വേണ്ടിയാണ് കേട്ടോ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു മയവും ഒക്കെ കിട്ടും നമുക്കിതിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ അവസാനം കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയും ഏലക്കാപ്പൊടിയും പിന്നെ അവസാനം അതുപോലെ തന്നെ നമ്മുടെ എസെൻസ് ഇടും, വാനില എസെൻസ്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി. ഇതൊക്കെ ഇട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി പെട്ടെന്ന് എടുത്ത് പാത്രം എടുത്തിട്ട് നമ്മൾ വെളിയിൽ വെക്കും ചൂടോടെ. എന്നിട്ട് എടുത്ത് ഇലയൊക്കെ ഇട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റും. എന്നിട്ട് അവസാനം വരുന്നുണ്ടല്ലോ, എല്ലാവരും കൂടി വടിച്ച് എടുത്തങ്ങ് തിന്നുന്നതാണ്ട് അതിൻ്റെ അകത്തിരിക്കുന്നത് കണ്ട, എല്ലാവരും പെറക്കി തിന്നുന്നത് കണ്ട. ആ അവസാനത്തെ ആ ഒട്ടി കിടക്കുന്നതിനൊക്കെ ഒരു വേറൊരു ടേസ്റ്റ് ആട്ടോ. പിന്നെ അത് ആ ചൂടോടെയാണ് കഴിക്കുന്നത്. 2-3 ചക്ക ഇട്ട് ഉണ്ടാക്കിയ അലുവയാട്ടോ. പക്ഷേ ഇത് അലുവ ആയി കഴിഞ്ഞപ്പം 2 പാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇച്ചിരി മെനക്കെട്ട നല്ല അലുവ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് കഴിക്കാം. പിന്നെ ഞാൻ ഇതിലൊന്നും മെനക്കെട്ട ഒരു പരിപാടിയും ഒന്നും ചെയ്തില്ല കേട്ടോ. ആകപ്പാടെ വീഡിയോ എടുത്തതേ ഉള്ളൂ. മെനക്കെട്ടത് മൊത്തം അമ്മയും ചാച്ചനും പിന്നെ ചേട്ടന്മാരുമാണ്. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അപ്പയുടെ ചേട്ടൻ അനിയന്മാരുടെയൊക്കെ മക്കളാണ് കേട്ടോ. അപ്പം എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്, അതുകൊണ്ട് അങ്ങനെ എല്ലാവരും സഹകരിക്കുന്നു. അപ്പോൾ ചക്കാലുവ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാം റെഡിയായി. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, പിന്നെ കമൻ്റ് ഇടുക, പിന്നെ ബെൽ ബട്ടണൊക്കെ ഓളാക്കി വെക്കുക കേട്ടോ. എങ്കിലേ നമ്മുടെ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ബായ്.